ഇത് ടൊയോട്ട മ്യൂസിയത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇന്ന് നമ്മൾ കാണുന്നത് ഓട്ടോമൊബൈൽ പവിലിയോൺ ആണ്. ഈ ഒരു എക്സിബിഷൻ 4 സ്റ്റേജസ് ആയിട്ടാണ് കാണിക്കുന്നത്. തുടക്കകാലത്ത് ഈ ഓട്ടോമൊബൈൽ ബിസിനസ് എങ്ങനെയായിരുന്നു, പിന്നീട് പതിറ്റാണ്ടുകളായിട്ട് ഈ ഓട്ടോമൊബൈലിൽ വന്ന മാറ്റങ്ങൾ, ഓട്ടോമൊബൈൽ ടെക്നോളജി എന്താണ്, പ്രൊഡക്ഷൻ ടെക്നോളജി എന്താണ്, അതുപോലെ കിച്ചിറോ ടൊയോഡ എന്ന് പറയുന്ന വ്യക്തി ആരാണ്, അതൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മളിവിടെ എത്തിയത് കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു. കാരണം നമുക്ക് ഈ റോബോട്ടിൻ്റെ ഈ ഒരു വയലിൻ വായിക്കുന്നത് കാണാൻ പറ്റി. ഈ ഒരു പ്ലേ നിശ്ചിത സമയങ്ങളിലുള്ളൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് കാണാൻ പറ്റിയായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കണ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ ക്ലാസിക് ആയിട്ടുള്ള വാഹനങ്ങളുടെ ഒരു പരേഡ് തന്നെ ഉണ്ടായിരുന്നു. അതും നമുക്ക് കാണാൻ പറ്റി. ഇതിനും നിശ്ചിത സമയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു കാർ പരേഡ് ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല. ഞങ്ങളിവിടെ വന്നത് ഒരു സ്പെഷ്യൽ ഡേയിലാണ്. ഇവരുടെ 31st ആനിവേഴ്സറിയോടനുബന്ധിച്ച് 2 ദിവസം ഇവിടെ ഒരു സ്പെഷ്യൽ ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എൻട്രി ഫീയും ഫ്രീ ആയിരുന്നു. നോർമലി ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 1000 yen ആണ്. ഇവിടെയുള്ള ഈ ഓരോ വാഹനങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് ടൊയോട്ട പുറത്തിറക്കിയ ആദ്യത്തെ ട്രക്കാണ്, ടൊയോട്ട G1. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനി ഇവിടെയുള്ള കാഴ്ചകൾ കാണാം. മെറ്റീരിയൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്ന കിച്ചിറോ ടൊയോഡ 1933 ഓട്ടോമൊബൈൽ വിഭാഗം സ്ഥാപിച്ചു. അടുത്ത വർഷം തന്നെ ടൊയോട്ട ഓട്ടോമാറ്റിക് ലൂം വർക്ക്സ് ലിമിറ്റഡിൻ്റെ പരിസരത്തായിട്ട് പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരു പ്ലാന്റും അതേപോലെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് സെൻറ്ററും അദ്ദേഹം നിർമ്മിച്ചു. ഓട്ടോമൊബൈൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റീലിനെയും മറ്റ് വസ്തുക്കളെയും കുറിച്ചുള്ള പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഇവിടെ നടന്നിരുന്നു. അതുപോലെ വിദേശ ഓട്ടോമൊബൈൽ വസ്തുക്കളും ഇവിടെ വിശകലനം ചെയ്തിരുന്നു. മെറ്റീരിയൽസ് ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന മെഷീൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്.
സെലക്ട് ചെയ്ത മെറ്റൽസ് ഉരുക്കുന്നതാണ് ഈ കാണിക്കുന്നത്. പണ്ടൊക്കെ ഒരു കാർ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ദിവസത്തെ മനുഷ്യാധ്വാനം വേണ്ടിയിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു കാർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാം. നിങ്ങൾക്കിവിടെ കണ്ടറിയാൻ പറ്റും, പണ്ട് കാലത്ത് കാറിൻ്റെ ബോഡി പാർട്ട് ഭൂരിഭാഗവും മരം കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. ചില ഭാഗങ്ങളിൽ മാത്രമേ മെറ്റൽസ് യൂസ് ചെയ്യുള്ളൂ. അതും ഈ മെറ്റൽസിന് ഈ ഷേപ്പ് കൊടുക്കുന്നത് കൈകൊണ്ട് ഇടിച്ചു പരത്തിയും വളച്ചിട്ടൊക്കെയാണ്. അത് നമുക്കിവിടെ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പറ്റും. സക്കിച്ചി ടൊയോഡയുടെ മകനാണ് കീച്ചിറോ ടൊയോഡ. കീച്ചിറോ ടൊയോഡയാണ് ടൊയോട്ട കമ്പനിയുടെ ഫൗണ്ടർ. ഈ ഒരു ഹാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കീച്ചിറോ ടൊയോഡയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഹാളിൽ മുഴുവൻ. അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് ഈ ഹാളിൽ നിന്ന് കിട്ടും. പിന്നീട് നമ്മൾ പോയത് മുകളിലത്തെ സെക്ഷനിലേക്കാണ്. കയറി വന്നപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചത് ഈ ഒരു 3D ഇമേജാണ്. ഇതിന് ടൊയോട്ടയുടെ ഹിസ്റ്ററി ആയിട്ട് വലിയ ബന്ധമുണ്ട്. ഇത് 1935 ടൊയോട്ട നിർമ്മിച്ച ആദ്യത്തെ ട്രക്കാണ് ടൊയോഡ G1. ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഉൽപ്പാദനത്തിലും വിൽപ്പനയിലൊക്കെ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് G1 ടൊയോട്ടയുടെ ഓട്ടോമോട്ടീവ് വിപണിയിലേക്കുള്ള ഒരു പ്രവേശനം അടയാളപ്പെടുത്തുകയും അതുപോലെ ട്രക്ക് നിർമ്മാണത്തിന് ഇവർക്കൊരു വലിയൊരു ഭാവി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇവിടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം, താഴെ ഒരുപാട് കാര്യങ്ങൾ ഇനി കാണാനുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ മുകളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇവിടെ പല മോഡലുകളിലുള്ള കാറുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ കാലഘട്ടങ്ങളിലുള്ളതാണ്. ഓട്ടോമൊബൈലിൻ്റെ ബേസിക് മെക്കാനിസം നമുക്ക് ഇതിലൂടെ കണ്ടുപഠിക്കാനായിട്ട് പറ്റും. ഒരു കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും.
ഓരോ വർഷവും ഈ ഓട്ടോമൊബൈലിൽ വരുന്ന മാറ്റങ്ങൾ, വികസനങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പണ്ട് കാലത്ത് എങ്ങനെയാണ് ഒരു വാഹനം ഉണ്ടാക്കിയിരുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഓരോ സ്റ്റേജായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന ഈ കാറിൻ്റെ മോഡൽ ടൊയോട്ട ആദ്യമായിട്ട് പുറത്തിറക്കിയ പാസഞ്ചർ കാറിൻ്റേതാണ്. ടൊയോട്ട ടൈപ്പ് AA. ഇവിടെ ഉള്ളതൊക്കെ വലിയ വലിയ മെഷീൻസാണ്. ഇതൊക്കെ നമുക്ക് പ്രവർത്തിച്ച് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ സംഭവമാണ്. പണ്ട് കാലത്ത് കൈകൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ റോബോട്ടിക്സ് ആണ്. എല്ലാം റോബോട്ടുകളാണ് ചെയ്യുന്നത്. ടെക്നോളജി എത്ര അധികം വളർന്നു എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. പാനലുകളുടെ ഗതാഗതം, അസംബ്ലി, വെൽഡിങ് എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ റോബോട്ട്സിനെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. ഈ കാണുന്നത് ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമാറ്റിക് റീസ്പോട്ട് വെൽഡിംഗ് ലൈനാണ്. സ്പോട്ട് വെൽഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഈ ബോഡി സ്ട്രെങ്ത് ഒരു നിശ്ചിത ലെവൽ വരെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള വെൽഡിംഗ് റോബോട്ടുകളുടെ സഹായത്തോടു കൂടി ഇവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എളുപ്പമാക്കാനും സഹായിച്ചിരുന്നു. റോബോട്ട്സിനെ കാണാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമായിരിക്കും. ഇവിടെ കുട്ടികളൊക്കെ വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് ഈ ഒരു പ്രോസസ്സൊക്കെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. ബോഡി അസംബ്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് പെയിൻറ്റിങ്. ഒരു കാറ് പെയിൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹാൻഡ് പെയിൻറ്റിങ്ങും റോബോട്ട് പെയിൻറ്റിങ്ങും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. പെയിൻ്റ് അടി കഴിഞ്ഞ കാറിൻ്റെ ബോഡിയും എൻജിനും ചേസിസും എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണാൻ പറ്റുക. ഇങ്ങനെയൊക്കെയാണ് ഒരു കാറ് നിർമ്മിക്കുന്നത്. ഈ ടൊയോട്ടയുടെ വളർച്ചയിൽ ഈ റോബോട്ടിക്സിനൊക്കെ വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഒരു കാർ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.